ബിഗ് ബോസ് സീസൺ 7-ൽ വന്ന 5 വൈൽഡ് കാർഡുകളും കഴിഞ്ഞ കളിയെല്ലാം മസ്താനി അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ഇനി ഈ ലാസ്റ്റ് വാണിംഗ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒന്നും പറയാനായിട്ട് ബാക്കിയില്ല. പുറത്തെ കാര്യങ്ങൾ ലാസ്റ്റായിട്ട് പറയാൻ വന്നപ്പോഴാണ് വാണിംഗ് കൊടുത്തത്. ഷാനവാസും അക്ബറും ഇവര് ഒന്നിച്ചിരിക്കുകയാണ്. ഭയങ്കരമായി വഴക്കുണ്ടാക്കിയായിരുന്നു വീട്ടിൽ. ആ വഴക്കിന്റെ അവസാനം ബിഗ് ബോസ് ഒരു വാണിംഗും കൊടുത്തു. ഇനി ഫിസിക്കൽ അഗ്രഷൻ സംഭവം വന്നു കഴിഞ്ഞാലും കൈകൊണ്ട് ചേഷ്ടകൾ കാണിച്ചാലും വൃത്തികെട്ട ചേഷ്ടകൾ കാണിച്ചാലും ഉടൻ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഷാനവാസും അക്ബറും ഇനി ഒറ്റ ടീമായിട്ട് കളിക്കുമോ അതോ വീണ്ടും ശത്രുക്കളായിട്ട് തന്നെ കളിക്കുമോ? മസ്താനിയും റെനയും. മസ്താനി അതെ മിഡിൽ ഫിംഗർ കാണിച്ചെന്നാണ് റെന പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല റെനയ്ക്കും ഷാനവാസിനും അടുത്ത 2 ലാലേട്ടൻ്റെ എപ്പിസോഡ് അറ്റൻഡ് ചെയ്യാൻ പോലും പറ്റില്ല, കാണാൻ പോലും പറ്റത്തില്ല. ജിസേലും അനുവും ഇത് തീരുവോ ഇല്ലയോ, ഇത് എന്തെങ്ങാനും തീരുവോ? യക്ഷിയാക്കി വെച്ചേക്കാണ് ജിസേലിനെ. ജിഷിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്രമാത്രം മറ്റൊരു കണ്ടസ്റ്റൻസിനോട് ഷൗട്ട് ചെയ്യേണ്ട ആവശ്യം എന്താണ് ഇന്ന് ലക്ഷ്മിയോട് കിടന്ന് ഷൗട്ട് ചെയ്തത്? എന്താണ് അതിങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് എന്താണ് ഉണ്ടാക്കുന്നത്? എന്താണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബിഗ് ബോസ് ശരിക്കും പറഞ്ഞാൽ വീക്കിലി ടാസ്ക് ഒന്നും ഇല്ലാണ്ട് എന്ത് ബിഗ് ബോസ് ആണ്? കണ്ടസ്റ്റൻസ് നെഗറ്റീവ് മാത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ പോസിറ്റീവ് വശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് ഓണമായിരുന്നു. ഓണമായിരുന്നല്ല, ഓണമാണ്. ഓണം ഇതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ആഴ്ച തൊട്ടെങ്കിലും അവർക്ക് നല്ല വീക്കിലി ടാസ്കുകൾ. നമ്മൾ ബിഗ് ബോസ് എന്തിനാണ് കാണുന്നത്? പലതരത്തിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു പണ്ട് ബിഗ് ബോസിൽ അല്ലേ? സത്യം പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞ് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കും എന്താ നടക്കുന്നെന്നുള്ളത്. അതിലൂടെ നമുക്ക് കണ്ടസ്റ്റൻസിൻ്റെ അവരുടെ കേപ്പബിലിറ്റി, എത്ര നല്ല സ്കില്ലുണ്ട് അവർക്ക്, എന്തൊക്കെ സ്കില്ലുകളാണ് അവർക്കുള്ളത്, എന്തെല്ലാം കഴിവുകളാണ് അവർക്കുള്ളത്, അവരുടെ ഫണ്ണ് എലമെന്റ്സ് എന്തൊക്കെയാണ്, അവർ കലാപരമായിട്ട് എങ്ങനെയാണ്, അവരുടെ റീസണിങ് എങ്ങനെയാണ്, അവർ ബുദ്ധിപരമായി എങ്ങനെയാണ്, അവരുടെ മെമ്മറി എങ്ങനെയാണ്, അവർ ഫിസിക്കലി എങ്ങനെയാണ്, ഇതെല്ലാം അറിയാനാണ് നമ്മൾ അവർക്ക് ടാസ്കുകൾ കൊടുക്കുന്നത് അല്ലേ? മൈൻഡ് ഗെയിമും കൊടുക്കും, ഫിസിക്കൽ ഗെയിമും കൊടുക്കും. ഇതൊന്നുമില്ലാത്ത ഒരു സീസൺ പോലെ ഇതൊക്കെ ഭയങ്കര മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ആ ഗാർഡൻ ഏരിയ മൊത്തം ടാസ്കിന്റെ പ്രോപ്പർട്ടീസ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഇവർ ഗാർഡൻ ഏരിയയിൽ കിടന്ന് ടാസ്ക് ചെയ്യുന്നു. അതൊന്നും ഭയങ്കര മിസ്സിംഗ് ആയിട്ട് ഇപ്പം അവർ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡ്രൈ ടാസ്ക്. ഇന്ന് കൊടുത്ത പോലെ ഇന്നൊരു മോർണിംഗ് ആക്ടിവിറ്റിയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ പണിപ്പുര ടാസ്ക്. ഈ മോർണിംഗ് ആക്ടിവിറ്റി ചേരുംപടി ചേർക്കുക. ഈ ടാസ്ക് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഈ ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തു. അതിനകത്തൊരു നമ്മളിങ്ങനെ ഒരു എൻഗേജ് ചെയ്തിരിക്കാനോ അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പോകുന്നത് ഇതൊന്നുമില്ല. അല്ലെങ്കിൽ ഒരു വീക്ക്ലി ടാസ്ക് ഉണ്ടാവും. ആ വീക്ക്ലി ടാസ്ക് 3 ദിവസം ഉണ്ടാവും. അതിൻ്റെ റിസൾട്ട് നാളെ എന്താവും എന്ന് അറിയാൻ വേണ്ടി ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ? അത് കഴിഞ്ഞ് ഡെയിലി ടാസ്ക് കൊടുക്കും. അവർക്കൊരു ഡെയിലി ടാസ്ക് കൊടുക്കും. ഒരു സ്പോൺസേർഡ് ടാസ്ക് ഉണ്ടാവും. ഇതെല്ലാം കണ്ട് അത്രയും നമ്മൾ രസത്തിൽ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ വരുമ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കണ്ടസ്റ്റൻസിന് നമ്മൾ ഒരു ഇത് കൊടുക്കുന്നത് അല്ലേ? ഇതൊന്നുമില്ല. ഫുൾ ഇവരെ നെഗറ്റീവ് മാത്രം എല്ലായിടത്തും. ഇവർ അവിടെ ഇവിടെയും ഈ ടാസ്കും കഴിഞ്ഞ് അവരിടയ്ക്കൊക്കെ ഇരുന്ന് അവിടെ ഇരുന്ന് കുശുമ്പ് പറയും, കുറച്ച് ഇവിടെ ഇരുന്ന് കുശുമ്പ് പറയും. ഇത് മാത്രമാണ്. പിന്നെ പണികളോട് പണികൾ. 7ന്റെ പണി അത് കൊടുത്തോട്ടെ, കുഴപ്പമില്ല, അത് സൈഡിൽ കൂടെ പൊക്കോട്ടെ. 7ന്റെ പണിയാണ് സീസൺ. പക്ഷേ നമുക്ക് ടാസ്കുകൾ കാണണം. നമുക്ക് അവരെ ബിഗ് ബോസ് വിന്നർ അല്ലെങ്കിൽ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും അവർക്കൊരു എലമെന്റ്സ് ഉണ്ടോ എന്ന് നമ്മൾ അളക്കണം. ഇതിപ്പോൾ അവരുടെ നെഗറ്റീവ് മാത്രം. അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു. ഞാൻ എഴുതി വെച്ചേക്കണ മൊത്തം നെഗറ്റീവ്സേ ഉള്ളൂ. എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ നെഗറ്റീവ്സാണ് ഞാൻ എഴുതി വെച്ചത്. കാര്യം എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ, വേറെ ഒന്നും. അത് സൂപ്പറായിരുന്നു, ഇവരിത് നന്നായിട്ട് കളിച്ചു, അതൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ ഉദ്ദേശിക്കുന്നത്? അതൊക്കെ ഭയങ്കര മിസ്സിംഗ് ആയിട്ട്. അപ്പോൾ ദയവേത് എനിക്ക് മേക്കേഴ്സിനോട് പറയാനുള്ളത്, അടുത്ത ആഴ്ച തൊട്ടെങ്കിലും അവർക്ക് ആ ഒരു വീക്കിലി ടാസ്കും ആ ഒരു ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം തിരിച്ചുകൊണ്ട് പണിപ്പുര വേണം. പക്ഷെ പണിപ്പുര ഇതെന്തുകൊണ്ട് 2-3 ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പണിപ്പുരയെ പോകണു? അത് ഓക്കെ, പക്ഷെ അതിനൊരു ഇമ്പോർട്ടൻസ് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. സത്യമായിട്ട് എനിക്ക് ഫുഡിന് വേണ്ടിയിട്ട് പണിപ്പുര വെച്ചോളൂ, ലക്ഷറി ബജറ്റ് സാധനം എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഒരു മെയിൻ സംഭവമായിട്ട് പണിപ്പുര വെക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പം നമുക്കൊരു ടയേർഡായി മതിയായി അത് കണ്ടിട്ട്. അടുത്ത ആഴ്ച തൊട്ടെങ്കിലും ബിഗ് ബോസിൻ്റെ ലെവൽ ഡെയിലി ടാസ്കുകളോ ഒരു വീക്കിലി ടാസ്കുകളോ അവരുടെ കഴിവുകൾ നമുക്ക് കാണണം. അവരെന്താണെന്ന് നമ്മൾ അറിയണം. അവരുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലേ, അവരെങ്ങനെയാണ് കൂട്ടായി നിൽക്കുന്നത്. അപ്പം അക്ബറും ഷാനവാസും കൂടെ ഒരു ടീമിലിട്ട് എങ്ങനെ കളിക്കും, ജിസേലും അനുവും കൂടെ ഒരു ടീമിൽ എങ്ങനെയാണ് അവർ നയിക്കുക ആ ടീമിനെ?
നല്ല രീതിയിലോട്ടാ അതൊക്കെയല്ലേ നമുക്ക് കാണേണ്ടത്. ഇത് ഇപ്പോൾ ജയിലിൽ ഇടുന്നു, അവർക്ക് 7ന്റെ പണി, ഇവിടുത്തെ പണി കൊടുക്കണം, അവിടെ നിന്ന് പണി കൊടുക്കണം, ഇതെല്ലാം നമ്മൾ കണ്ടു. ഇതൊക്കെ കൊടുത്തോളൂ. പിന്നെ അവരിരുന്ന് കരയുന്നു, ചീത്ത വിളിക്കുന്നു, പിന്നെ കുറച്ച് പേരിരുന്ന് കുറ്റം പറയണു, ഇവരിവിടെ ഇരുന്ന് ഇവരെ കുറ്റം പറയണു. ഇതൊക്കെ ഞാനിരുന്ന് അതൊരു ഒരു ഒരു പോസിറ്റീവ് ഫീൽ വരുന്നില്ല. ഒരു പോസിറ്റീവ് ഫീലും കൂടെ വരണം. ഇതിനകത്തൊരു കളർ ചേർക്കണം. സത്യമായിട്ട് കളർ ഇല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇന്നും ടാസ്ക് ആയിരുന്നു ചേരുംപടി ചേരുക ടാസ്ക്. ഇത് സത്യം പറഞ്ഞാൽ ഡ്രൈ ടാസ്ക് ആയിരുന്നു. വേറെ വലിയ നമ്മളിങ്ങനെ കാത്തിരുന്ന് കാണാൻ പറ്റുന്ന ടാസ്ക് ഒന്നുമല്ല. ഇത് മോർണിംഗ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് കൊടുത്തതാണ്. ഇത് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പണിപ്പുരയിലേക്കുള്ള പ്രവേശനം വരുന്നത്. സോ ഇവിടെ വൈൽഡ് കാർഡുകൾക്കുള്ള ടാസ്ക്കാണ്. ബുദ്ധിശാലി ആരാണ്, സ്മാർട്ട് ആരാണ്, സ്ക്രീൻ സ്പേസ് ആരാണ് കൊടുക്കുന്നത്, സത്യസന്ധൻ ആരാണ്, ശുചിത്വം ആരാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് ഇവരെ 1 തൊട്ട് 16 വരെ റാങ്ക് ചെയ്യാനുള്ള ടാസ്ക്കാണ് ഇവർക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിന്ന് പുറത്തെ കാര്യങ്ങൾ വെച്ചിട്ട് അവർ ആദ്യത്തെ 2 റൗണ്ടും ഏകദേശം ഒരുവിധം ചെയ്തു. പക്ഷെ പിന്നെയൊക്കെ അവർ ഗെയിം ഇത് കളിക്കുകയാണ് ചെയ്തത്. ഇത് അവർ ജയിക്കാൻ വേണ്ടിയിട്ട് വൈൽഡ് കാർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്മാച്ച് ഒക്കെ ചെയ്തു. ഇതിൽ നിന്ന് സത്യം പറഞ്ഞാൽ ഒന്നും അവർക്ക് വലുതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അവർക്ക് മിസ്ലീഡാണ് വീട്ടുകാർ പോയിട്ടുള്ളത്. വീട്ടുകാർക്കൊന്നും കിട്ടിയിട്ടില്ല. വൈൽഡ് കാർഡുകൾ ഇതിനകത്ത് കളിച്ചു. ഇതിൽ ബുദ്ധിശാലി എന്ന് പറഞ്ഞ ജിസേലിനെയാണ് ഫസ്റ്റ് കൊടുത്തേക്കുന്നത്. ആര്യൻ ഏറ്റവും ലാസ്റ്റ്, അതായത് മണ്ടനായിട്ട്. ഈ ആര്യനെ തന്നെ സ്മാർട്ടിൽ ഏറ്റവും നല്ലത്, ഏറ്റവും സ്മാർട്ടായിട്ടുള്ള വീട്ടിലെ ആൾ ആര്യൻ എന്ന് പറയുകയും ഏറ്റവും സ്മാർട്ട് ഇല്ലാത്ത ആൾ ജിസേൽ എന്ന് പറയും. അതാണ് എനിക്ക് രണ്ടും ഭയങ്കര ഇതായിട്ട് തോന്നി. അതായത് ബുദ്ധിശാലി കൊടുത്തത് ജിസേലിന്, എന്നാൽ ഏറ്റവും സ്മാർട്ട് കുറവ് കൊടുത്തത് ജിസേലിന്. മനസ്സിലായി? ഇതൊക്കെ ഏറ്റവും ബുദ്ധി ഇല്ലാത്തത് കൊടുത്തത് ആര്യൻ, എന്നാൽ ഏറ്റവും സ്മാർട്ട് കൊടുത്തത്. അതൊക്കെ എനിക്ക് ഒരു കളിക്ക് വേണ്ടി ചെറുതുപോലെ തോന്നുന്നുണ്ട്. അതുപോലെ സ്ക്രീൻ സ്പേസ്, ഇതിപ്പോൾ ഇത് കാരണം ഏറ്റവും കൂടുതൽ വിഷമിച്ച ഒരാളുണ്ട്. അതാണ് ബിന്നി എല്ലാത്തിലും ഒന്നിലൊഴിച്ച്, അതായത് ശുചിത്വത്തിലൊഴിച്ച് ബാക്കി എല്ലാത്തിലും താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. അതായത് പുള്ളിക്കാരിയാണ് ബിഗ് ബോസ് ഷോ കൊണ്ടുപോകുന്നത്, ഷോ നിറഞ്ഞ് നിൽക്കുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനഃപൂർവ്വം ബ്ലഫ് ചെയ്തതാണെന്നാണ് ബിന്നി പറയുന്നത്. അതായത് ചുമ്മാ പറയാതിരുന്ന് ബിന്നിയെ മനഃപൂർവ്വം താഴെ കൊണ്ട് 14ലും 15ലും കൊണ്ട് ഇട്ടേക്കുകയാണെന്നാണ് ബിന്നി വിചാരിക്കുന്നത്. അവിടുത്തെ വീട്ടുകാരും വിചാരിക്കുന്നത് അങ്ങനെയാണ്. അതേപോലെ തന്നെ ഇവിടെ ജിസേൽ ബുദ്ധിശാലി എന്ന് കേട്ടപ്പോൾ അനുവിനൊരു വിഷമവും, അനു സത്യസന്ധതയിൽ ഏറ്റവും ഫസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ജിസേലിനൊരു വിഷമവും തോന്നി. കാര്യം അനു ആര്യനും ജിസേലിനും എതിരെ ഒരു ആരോപണം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കുട്ടി, നമ്മുടെ അനു എന്ന് പറഞ്ഞ കുട്ടി സത്യസന്ധതയിൽ ഫസ്റ്റ് ആണെങ്കിൽ, പുറത്ത് അങ്ങനെ ആണെങ്കിൽ അനു പറയണത് വിശ്വസിക്കില്ല. ആ ഒരു ടെൻഷൻ ജിസേലിനുണ്ട്. ജിസേൽ പോയി അത് വൈൽഡ് കാർഡിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എങ്ങനെ, എന്തിൻ്റെ ബേസിസിലാണ് സത്യസന്ധത കൊടുത്തതെന്നുള്ളത്. ഓക്കെ, ഇവിടെ വൈൽഡ് കാർഡുകളുടെ ഇത് കഴിഞ്ഞു എന്ന് പറയാനുള്ള കാരണം അവർ കുറേ കാര്യങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ആദ്യം പറയുന്നത് മസ്താനിയുടെ കാര്യമാണ്. മസ്താനി പുറത്തുള്ള എല്ലാ നെഗറ്റീവുകളും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അകത്തേക്ക്. അതൊക്കെ പ്രയോഗിച്ചാണ് ഇവിടെ നിൽക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയണം, അങ്ങനെ നിന്നിട്ട് ഒന്ന് നെഗറ്റീവ് മാത്രമേ കിട്ടൂ. അതാണ് മസ്താനിക്ക്. രാവിലെ വലിയ രീതിയിൽ തുടങ്ങിയത് അനീഷിനെയൊക്കെ നട്ടലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം രാത്രിയായപ്പോൾ കഥ കഴിഞ്ഞ് ഫുൾ കഴിഞ്ഞ് കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എടുത്ത് കളിക്കും. ഇത് പുറത്തുള്ള ആൾക്കാരുടെ, അതായത് പുറത്ത് ഈ കണ്ടസ്റ്റൻസിൻ്റെ നെഗറ്റീവായിട്ട് സ്പ്രെഡ് ചെയ്ത സംഭവം എടുത്തോണ്ട് വന്ന് അകത്ത് കൊണ്ടുപോയിട്ട് കളിക്കുന്നത് വലിയ കാര്യം. അല്ലെങ്കിൽ കളിക്കാൻ അറിയണം. അല്ലാതെ അവിടെ പോയിട്ട് ഇതെല്ലാം വന്ന് വിളമ്പിയിട്ട് കളിക്കേണ്ട. ഇങ്ങനെ അതുമാത്രമല്ല, റെനയുടെ അടുത്ത് വളരെ മോശമായിട്ടാണ് മസ്താനി പെരുമാറിയത് എന്നാണ് റെന പറയുന്നത്. നമ്മൾ ആരും കണ്ടിട്ടില്ല. മിഡിൽ ഫിംഗർ കാണിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ വളരെ മോശമായ കാര്യങ്ങളാണ് റെനയോട് പറഞ്ഞതെന്നാണ് റെന പറയുന്നത്. കാര്യം ഇവർ തിരഞ്ഞെടുത്തത് ഷാനവാസിനെയും റെനേനെയാണ്. 2 എപ്പിസോഡ് ലാലേട്ടൻ്റെ ഇവർ കാണത്തില്ല. അത് വൈൽഡ് കാർഡുകളാണ് തിരഞ്ഞെടുത്തത്, ഈ ഷാനവാസിനെയും റെനേനെയും. സോ അപ്പോൾ റെനയ്ക്ക് തോന്നി ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എപ്പിസോഡിൽ കാണിക്കാനും പോണില്ല, ഒന്നും പോണില്ല. പക്ഷേ ഈ വൈൽഡ് കാർഡുകൾ റെനയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം ജിസേലിനെ അനുവാണ് ഓപ്ഷൻ ഉണ്ടായിരുന്നവർക്ക്. ജിസേലോ അനുവോ റെനയോ ഇതിൽ ഒരാൾ അവർക്ക് തിരഞ്ഞെടുക്കണം. ജിസേലെ അനുവിൻ്റെ പ്രശ്നം ഈ ആഴ്ച സംസാരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റെനേനെ തിരഞ്ഞെടുത്തത്. പക്ഷേ റെന അതൊരു പുള്ളിക്കാരിയുടെ ഒരു സ്റ്റാൻസ് നഷ്ടപ്പെട്ടു എന്ന് കരുതി റെന ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് ചെയ്തത് മസ്താനിയെ കുറിച്ചിട്ട്. മസ്താനി പല സ്ഥലങ്ങളിലും മിഡിൽ ഫിംഗർ കാണിക്കുകയും പിന്നെ അത് വെച്ചിട്ട് വൃത്തികെട്ട രീതിയിൽ ബോയ്ഫ്രണ്ടിനെയും വീട്ടുകാരെയും എല്ലാം ചീത്ത വിളിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇന്ന് പുറത്തായി ബിഗ് ബോസ് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം പുറത്തെ കാര്യങ്ങൾ, അതായത് പുറത്ത് കണ്ടസ്റ്റൻസിനെതിരെ ട്രോളുകൾ, അതായത് നെഗറ്റീവായ ആൾക്കാർക്കെതിരെ ട്രോളുകളും അവരുടെ ഇതിലുള്ള ഡീഗ്രേഡിങ് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടാണ് മസ്താനി കളിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് വളരെ മോശം ചീപ്പ് ഗെയിമാണ്. പുറത്ത് സപ്പോർട്ടുള്ള ആളുടെ കൂടെ നിന്ന് കളിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല, കളിച്ചോ. പക്ഷേ മറ്റുള്ളവരുടെ നെഗറ്റീവ് എടുത്തു വെച്ചിട്ട് അവരെ അത് പറഞ്ഞ് വിളിക്കുക, അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പറയുക, അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് എനിക്ക് മസ്താനി ഏകദേശം ഗെയിം ഓവർ പോലെ തോന്നി. നാളെ നമുക്ക് നോക്കാം എങ്ങനെ കളിക്കും എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത്
ഇവിടെ ശൈത്യ കട്ടപ്പയായിട്ട് മാറിയിട്ടുണ്ട്. അതും മസ്താനിയുടെ കൈ തന്നെയാണ്. മസ്താനി പോയിട്ട് അനുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ശൈത്യ എന്ന് പറഞ്ഞ പുള്ളിക്കാരി അടുത്ത ദിവസം തന്നെ അനുവിനെ ബാക്ക് സ്റ്റാബ് ചെയ്തു. ഓക്കെ, അനു അതൊരു കഥയായിട്ട് എടുത്തു, അനു അതൊരു പുതിയ കണ്ടന്റ് ആയിട്ട് എടുത്തു. അനുവിനെല്ലാം കണ്ടന്റാണ് പറയുന്ന കേട്ടില്ലായിരുന്നോ? ഇന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു, എനിക്കിതെല്ലാം കണ്ടന്റാണ്, ഞാൻ കണ്ടന്റ് കൊടുക്കുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. സോ പുള്ളിക്കാരി ഇന്ന് അതൊരു കണ്ടന്റ് ആക്കി എടുത്തു, കട്ടപ്പ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ശൈത്യ ദേഷ്യപ്പെട്ടു. ശൈത്യ അവിടെ ഈ പറയുന്നുണ്ടെങ്കിൽ ഇന്ന് വരെ ഞാൻ അനുവിനെ കുറിച്ച് ആരോടും പറഞ്ഞില്ല, പക്ഷെ അന്ന് ശൈത്യ ശരത്തിനോടൊക്കെ പോയിരുന്നു പറയുന്നുണ്ടായിരുന്നു അനുവിനെ കുറിച്ചിട്ട്. ഓക്കെ, ഇനി അടുത്തത് പറയാനുള്ളത് ജിഷിൻ്റെ കാര്യം. ജിഷിൻ ഇന്ന് ലക്ഷ്മിയോട് രാത്രി ദേഷ്യപ്പെട്ടത് എന്ത് ഇതിലാണ്? പുള്ളിക്കാരൻ ഇത്രയും കിടന്ന് ഷൗട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ അവിടെ? എനിക്കത് ഓവർ ഷോ ആയിട്ടാണ് ഫീൽ ചെയ്തത്. പിന്നെ ഷാനവാസ് ലക്ഷ്മി ഇന്നലെ ലക്ഷ്മി വന്നിട്ട് ഷാനവാസ് ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ, കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നപ്പോൾ പോയിട്ട് ഇതാക്കി കിച്ചൺ സമയത്ത് നമുക്ക് തരുന്നത് ആ ഒരു സംഭവത്തെ തിരിച്ചു കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഷാനവാസ്. അതായത് വയറ് നിറച്ച് അവർക്ക് കൊടുത്തായിരുന്നു, എന്തോന്ന് 3 ചപ്പാത്തി എല്ലാവർക്കും കൊടുത്തു. പക്ഷേ ഏകദേശം ടൈം ഒരു 10:45 അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തത്. പക്ഷെ അവർക്ക് എല്ലാവർക്കും വയറ് നിറഞ്ഞ് 3 ചപ്പാത്തിയും കറിയും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഷാനവാസ് ഒരു പ്രതികാരം ചെയ്യുന്നത് പോലെ ആയി തിരിച്ച്. നിനക്ക് മനസ്സിലാവൂല, നിനക്ക് കിട്ടിയപ്പോൾ മനസ്സിലായില്ലേ ഇതാണ് കഷ്ടപ്പാടെന്ന്. പിന്നെ അനീഷും നൂറയും. അനീഷ് ഇന്ന് നൂറ അവിടെ ഒരു ഗെയിം കളിച്ചു, അനീഷ് അവിടെ വീണു എന്ന് വേണം ഞാൻ പറയാൻ. കാര്യം ഞാൻ അനീഷ് കുറച്ചൊന്ന് വാശി മാറ്റി വെക്കായിരുന്നു. ബിഗ് ബോസ്, അതായത് നൂറ അനീഷിൻ്റെ എപ്പോഴും ആ സ്ഥലത്ത് തന്നെ ഇരിക്കണം, കുറേ വാശി പിടിച്ചു ഇരിക്കില്ല എന്ന്. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു ഇരുന്നേ പറ്റുള്ളൂ എന്നുള്ളത്. സോ ഇതൊക്കെയാണ് മെയിൻ സംഭവങ്ങൾ നടന്നത്. പിന്നെ ഏറ്റവും വലിയൊരു സംഭവം നടന്നത് ഷാനവാസും അക്ബറും കൂടി കെട്ടിപ്പിടിച്ച് കരുന്നതാണ്. ആദ്യം അവർ ഒരു ആവശ്യമില്ലാതെ അനാവശ്യ വഴക്കുകളാണ് അവരുണ്ടാക്കുന്നത്. ബിഗ് ബോസ് തന്നെ പിടിച്ചിരുത്തി കൊച്ചു കുട്ടികളെ പോലെ അവർ വഴക്കുണ്ടാക്കുന്നത്. അപ്പോൾ അവർ ആദ്യം നമ്മൾ എനിക്ക് സത്യം ഞാൻ കണ്ടപ്പോൾ ചിരിയാ വന്നത്. പക്ഷേ ഷാനവാസ് ഇത്രയും കൂടുതൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഗ്രഷൻ എടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഹെൽത്ത് പ്രശ്നമുള്ള ഒരാൾ ഇങ്ങനെ കിടന്ന് ആവശ്യമില്ലാത്ത കാര്യത്തിന് ഇങ്ങനെ കിടന്ന് അഗ്രസീവ് ആവേണ്ട ആവശ്യമുണ്ടോ? അത് തന്തേനെ ഞാൻ വിളിക്കും. അതൊക്കെ എന്താ അതിൻ്റെ? ഇപ്പം എൻ്റെ വീട്ടിൽ അച്ഛനെ പോയി വിളിക്കുമെന്ന് പറയുന്നത് ചിലവർക്ക് വലിയ മോശം, എൻ്റെ വീട്ടിൽ മോശമല്ല എന്നാണ് ഷാനവാസ് പറഞ്ഞത്. പക്ഷെ അത് എല്ലാവർക്കും അതുപോലെ അല്ല. നിൻ്റെ അച്ഛനോട് പോയി പറ എന്ന് പറയുന്നത് എല്ലാവരും അത് നല്ല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കില്ല. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടുന്നത് എൻ്റെ വീട്ടിൽ പോയി എൻ്റെ അച്ഛനോട് പോയി പറ എന്ന് പറയുമ്പം അത് ചിലവർക്കത് കുഴപ്പമില്ല, പക്ഷെ ചിലവർക്കത് ഒട്ടും പറ്റത്തില്ല. സോ ഒട്ടും പറ്റില്ലെങ്കിൽ അത് പറയണ്ട. ഷാനവാസ് അത് മാത്രമല്ല ഫിസിക്കലായിട്ട് അഗ്രഷൻ ഭയങ്കരമായിട്ട് കാണിക്കുന്നുണ്ട്, കൈകൊണ്ട് മുട്ടുന്നു, ചെസ്റ്റ് ഇട്ട് ഇങ്ങനെ ആക്കുന്നു. സോ ഇതൊക്കെ അക്ബറിനെ കുറേ ചെയ്തിട്ടുണ്ട്. അക്ബർ കംപ്ലൈൻറ്റ് കൊടുത്തില്ല, പക്ഷേ കംപ്ലൈൻറ്റ് കൊടുത്താൽ പെട്ടു. പക്ഷേ ഇനി തൊട്ട് ബിഗ് ബോസ് അവിടെ ലാസ്റ്റ് വാണിങ്ങാണ് കൊടുത്തേക്കുന്നത്, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പം പുറത്താക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവസാനം ഷാനവാസ് കരഞ്ഞത് എനിക്ക് ഭയങ്കര വിഷമം തോന്നി കണ്ടിട്ട്. കാര്യം പുള്ളിക്കാരൻ്റെ പ്രശ്നം ഹെൽത്തിനെ കുറിച്ചിട്ട് പറഞ്ഞാണ്, കൺസേൺ ആയിരുന്നു, ടെൻഷനുണ്ട്. അതായത് 45 വയസ്സായി, അതിൻ്റെയൊക്കെ ആലോചിച്ച് അവർ തമ്മിൽ കെട്ടിപ്പിടിച്ചത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഗെയിമിൽ ഒരിക്കലും നമ്മൾ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് കളിക്കരുത്. നമ്മളിതിനെ ഗെയിമായിട്ട് കണ്ടു വേണം കളിക്കാൻ, അല്ലാതെ നമുക്ക് ഒരാൾ വ്യക്തി വൈരാഗി ആയി പോകരുത്. അല്ലാതായാലും അവർ കണ്ടിന്യൂ ചെയ്യും അവരുടെ ഗെയിം. അവർ ഓപ്പോസിറ്റ് ഷാനവാസ് എപ്പോഴും അക്ബറിന് ഓപ്പോസിറ്റ് നിന്ന് കളിക്കാൻ ആഗ്രഹിക്കുകയാണ്, മനസ്സിലായോ? അവരെപ്പോഴും അങ്ങനെയാണ് കളിക്കുന്നത്. ഷാനവാസ് വിചാരിക്കുന്നത് അക്ബർ ലീഡ് ചെയ്ത് നിൽക്കുകയാണ്, അപ്പോൾ അക്ബറിനെ എങ്ങനെയും തോപ്പിക്കണം. അക്ബറും പുള്ളിക്കാരനും തിരിച്ച് വിചാരിക്കുന്നുണ്ട് ഇത് തന്നെ. അതാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ ഫിസിക്കൽ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോയാലോ? പോകാം. അപ്പോൾ രാവിലെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് നിവീൻ അവിടെ തേങ്ങ പൊട്ടിക്കുമ്പോഴത്തേക്ക് ആ കത്തിയുടെ ഇതുണ്ടല്ലോ പിടി തെറിച്ചിട്ട് കത്തി പോയി ഇങ്ങനെ വീണത്. ഭാഗ്യം കണ്ണിലൊന്നും വീഴാത്തത് നിവീൻ്റെ. തീർന്നില്ല, ഇവർ കണ്ണിൽ വല്ലതും കൊണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ അവിടെ നടന്നത് അനീഷിൻ്റെ സംഭവം. അനീഷ് അവിടെ സ്റ്റാർട്ട് ചെയ്തു വൈൽഡ്. അനീഷിൻ്റെ ഗെയിം എന്ന് പറഞ്ഞാൽ അനീഷ് ഈ കൂട്ടത്തിൽ കിടന്ന് ബഹളം വെക്കില്ല. ഇപ്പോൾ ഈ മസ്താനിയുടെ കാര്യത്തിൽ ഇന്ന് റെനയ്ക്കെതിരെ മസ്താനി സംസാരിച്ചല്ലോ. റന ഇന്ന് മസ്താനിയെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ, ചീത്ത വാക്കുകൾ ഉപയോഗിക്കും, ചീത്ത ഗോഷ്ഠികൾ കാണിക്കുന്നതൊക്കെ. ഇത് നാളെ രാവിലെ ആയിരിക്കും അനീഷ് റിയാക്ട് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇന്ന് വൈൽഡ് കാർഡ്സിന് നല്ല രീതിയിൽ ട്രിഗർ ചെയ്യാൻ അനീഷ് നോക്കിയിട്ടുണ്ട്. കുറേയൊക്കെ അനീഷ് വൈൽഡ് കാർഡ് അതിന് വീണിട്ടുമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ പെട്ടെന്ന് എല്ലാവരും പെട്ടെന്ന് ജോലി എല്ലാവരും പെട്ടെന്ന് ജോലി ചെയ്യണം കേട്ടോ. സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഈ വൈൽഡ് കാർഡുകൾ പറഞ്ഞിട്ടുണ്ടോ? ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശം വൈൽഡ് കാർഡുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഇത്രയും ഒരു കഴിവുമില്ലാത്ത വൈൽഡ് കാർഡുകൾ. ഇവിടെ നടന്ന കാര്യങ്ങളാണ് പറയേണ്ടത്, പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് വേറെ ഒന്നും സംസാരിക്കാനില്ല. രാത്രി മുഴുവൻ ഇരുന്ന് ഡിസ്കഷൻ. അതുപോലെ തന്നെ നട്ടലുണ്ടെങ്കിൽ കയറിയ ഉടനെ കാര്യങ്ങൾ ആരെങ്കിലും പറയൂ. പിന്നെ ഇനി നട്ടലുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് പറയും, ബാക്കിയുള്ളവരെ കുറിച്ച് പറയും. ഇവിടെ ഡെമോൺസ്ട്രേഷൻ വരെ നടത്തുന്നുണ്ട്. എന്ത് മോശമായ കാര്യമാണ്, അത്ര മോശമായ കാര്യം. അപ്പോൾ അവർ മസ്താനിയും പ്രവീണൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാര്യം ട്രിഗറായി പോയ നാണക്കേടാണല്ലോ. അത് കഴിഞ്ഞിട്ട് അനീഷ്, നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ കാര്യം പറയണം, കൃത്യമായി ഞാൻ പറഞ്ഞു തരാം എന്താണ് ഇവർ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾ ആരും അത് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ ഇതിനിടയിൽ കൂടെ നമ്മുടെ സാബുമാൻ അവിടെ ബോഡി ഷോ ഒക്കെ കാണിക്കുന്നുണ്ട്. അല്ലേ, പുതിയ കാര്യങ്ങളെക്കുറിച്ച് പറയും. നമ്മളിവിടെ ചെയ്തു വെച്ച കാര്യങ്ങളെക്കുറിച്ച് പറയണ്ട.
ചിലവരുടെ ചുവട്ടിപ്പോയി ഇരിക്കുക, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പം മസ്താനി തുടങ്ങി, മസ്താനിക്ക് ട്രിഗറായി. നട്ടലില്ലാത്ത അനീഷയെ റെനയെ കടത്തി വെട്ടിയിട്ടാണ് മസ്താനി ഇപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെനയെ കടത്തി വെട്ടി, റെന ഇങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല, റെനയെ കടത്തി വിട്ടുന്നുണ്ട്. നട്ടലില്ലാത്ത അനീഷേ അനീഷിന്റെ ലൈഫ് പുറത്തുള്ള കാര്യം പറയട്ടെ. പേടിച്ചിട്ടാണോ പേടിക്കുന്നത്? പറയുകയാണെങ്കിൽ എന്തെല്ലാം ഉണ്ട് നാറിയ കഥകൾ. അപ്പൊ അനീഷ് പഴയ കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഒരു കാര്യവും നിങ്ങൾക്ക് ഒരാവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു. അപ്പൊ പേടിയുണ്ടല്ലേ? ചേട്ടൻ എന്തായാലും സേഫാണ്, പേടിക്കണ്ട. അനീഷ് ചേട്ടൻ സേഫാണ്. പിന്നെ നിന്റെ കഥകളൊന്നും നമ്മൾ പറയില്ല, കുറേ കഥകളുണ്ട് നിന്റെ. പറഞ്ഞോ, ധൈര്യമായി പറഞ്ഞോ അനീഷ്, എനിക്ക് ഒരു പേടിയില്ല, പറഞ്ഞോ, ധൈര്യമായി പറഞ്ഞോ. അപ്പൊ പറഞ്ഞോളൂ, എനിക്ക് ഒരു കുഴപ്പമില്ല. അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം മസ്താനി അപ്പം അനീഷ് പറഞ്ഞു എല്ലാ വൈൽഡ് കാർഡുകളും അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും മാറി, വൈൽഡ് കാർഡുകൾ അവിടെ നിന്ന് മാറി. അനീഷ് നടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ വൈൽഡ് കാർഡുകളും പേടിച്ച് മാളത്തിലൊളിച്ചു, പേടിച്ചോടി മസ്താനി. ഒന്നിനും കൊള്ളാത്ത, നട്ടലില്ലാത്ത, എവിടെയോ പോയി അവരുടെ സംസാരം, നിലപാടുമില്ല, ഒന്നുമില്ല, പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നു. അപ്പം മസ്താനി പേടിക്കേണ്ട ചേട്ടന് ഒരു കുഴപ്പമില്ല, ചേട്ടന് പേഴ്സണൽ ലൈഫിൽ ഒരു കുഴപ്പമില്ല അല്ലേ? പിന്നെ ഞാൻ ചേട്ടന് ഒരു കാര്യവും പറയില്ല. അനീഷ്, എൻ്റെ ജീവിതം ട്രാൻസ്പാരൻ്റ് ആണ്, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ പറഞ്ഞോ. 5 പേരെ ഞാൻ വെല്ലുവിളിക്കുന്നു. അപ്പം അവിടെ ജിഷിൻ ചുമ്മാതല്ല തൻ്റെ ഭാര്യ ഇട്ടിട്ട് പോയത്, അതിൻ്റെ ഇടയിൽ കൂടെ ലക്ഷ്മി. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. താനെന്താ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ ഒരാളുടെ ലൈഫിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാൻ നിങ്ങൾ ആരുമല്ല. അപ്പോൾ ജിഷിൻ നീ കയറി അത് ഏറ്റുപിടിക്കുകയൊന്നും വേണ്ട, അയാളെ ഭാര്യ ഇട്ടിട്ട് പോയത് ചുമ്മാതല്ലെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അല്ല അയാളുടെ ലൈഫിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. എന്നാൽ പിന്നെ നിങ്ങളുടെ മോനെ നിങ്ങൾ കാണുന്നില്ലല്ലോ, 4-5 കൊല്ലമല്ലോ നിങ്ങൾ കാണാതിരുന്നിട്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണല്ലോ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നീ എൻ്റെ ജീവിതം പറയാൻ നീ ആരുമല്ല ജിഷിൻ, നീ ആരുടെ എൻ്റെ ജീവിതം പറയാൻ? നീ ആരാണെന്നല്ലേ? നീ ഒരു ഷോവനിസ്റ്റാണ്, ഫീമെയിൽ ഷോവനിസ്റ്റ്. ഞാനെന്തോ ആയിക്കോട്ടെ, നിങ്ങളൊരു നാർസിസിസ്റ്റാണ്. അതാ ഞാൻ നാർസിസിസ്റ്റ് തന്നെ. നിങ്ങളുടെ മോശ സ്വഭാവം കാരണമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ പോലും കാണാൻ പറ്റാത്തത്. ഞാൻ നോക്കിക്കോളാം. നീ കൂടുതൽ പറയാൻ നീ ആരാണ്? നീ ഫീമെയിൽ ഷോവനിസ്റ്റ്. ഫീമെയിൽ ഷോവനിസ്റ്റ്. നീ ചുമ്മാതല്ല എന്നോടൊന്നും എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇത്രയും വൃത്തിയായിട്ട കളി എനിക്കെതിരെ കളിക്കുന്നത്. നിനക്ക് വേണോടി? വേണം. നിങ്ങൾ പോയി ചപ്പാത്തി വരത്ത്. ലക്ഷ്മി എനിക്ക് പറ്റൂല, എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ ചപ്പാത്തി വരത്ത്, അത്രേ ഉള്ളൂ. നീ ഓർഡർ ചെയ്യാൻ നീ ആരാടി ഓർഡർ ചെയ്യാൻ? നീ ആരാണ്? അപ്പോൾ ഷാനവാസ് ഓർഡർ ചെയ്യാൻ ആരാണ്? അത് അവസാനം ചപ്പാത്തി വരുത്തണം കണ്ടു ജിഷിൻ. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ അനീഷ് പറയാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കണം. അതിൻ്റെ കൂടെ ഷാനവാസ് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാ, ഫുഡൊക്കെ കഴിച്ച് എല്ലാം റെഡിയായി. ഇനി അടുത്ത് അതായത് ഫുഡൊക്കെ കഴിച്ചവർക്ക് ഫുഡൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഇവർ ഈ പേഴ്സണൽ കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞ് നമ്മുടെ അക്ബറും ടീമും, അതായത് അക്ബർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ വീട്ടിലെ കഥകൾ നീ പറയേണ്ട ആവശ്യം ജിഷിൻ പറഞ്ഞു. അപ്പോൾ ഈ അക്ബറും ബിന്നിയൊക്കെ പറഞ്ഞു, ചേട്ടാ ജിഷിൻ പേഴ്സണൽ കാര്യങ്ങൾ, പുറത്തെ കാര്യങ്ങളൊന്നും ഇവിടെ വന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടല്ലോ. അനീഷിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ് കളിക്കേണ്ട ആവശ്യമില്ല. അത് വൃത്തികെട്ട പരിപാടിയാണ്, ചീപ്പ് കളിയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാണ് ഫുഡൊക്കെ കഴിഞ്ഞ ശേഷം ഷാനവാസ് വരെയാണ് കൈയൊക്കെ കഴുകിയിട്ട് 3 ചപ്പാത്തിയൊക്കെ കഴിച്ച് വരെയാണ്. അതെ, ചപ്പാത്തി മാവ് കുഴയ്ക്കണമെങ്കിൽ ചുമ്മാതെ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് മാവ് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കണം. അതിന് നിങ്ങൾ ചപ്പാത്തി കഴിച്ചല്ലോ, അതൊന്നുമല്ല. ചപ്പാത്തി മാവ് പരത്തെയാണെങ്കിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് 3 എണ്ണം തരണം. പിന്നെ ആദ്യം തന്നെ 3 എണ്ണം തരാൻ ഇതൊന്നും മെഷീനാ, നമുക്ക് ഉള്ളതുപോലെ തരാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് 3 എണ്ണം കഴിച്ചോ ഇല്ലേ? കഴിച്ചോ ഇല്ലേ? ചേട്ടാ 3 എണ്ണം കഴിച്ചില്ലേ? നിന്നോടല്ല, ലക്ഷ്മി ഇങ്ങി വാ. നിങ്ങൾക്ക് 3 എണ്ണം കിട്ടിയില്ലേ? ഇപ്പം നിങ്ങൾക്ക് വിശപ്പ് മാറിയോ ഇല്ലയോ ലക്ഷ്മി? വിശപ്പ് മാറിയതിൻ്റെ കാര്യമില്ല. നീ ഇന്നലെ കുറേ പറഞ്ഞായിരുന്നല്ലോ നമുക്കിന്ന് ആഹാരം ടൈമിനാണോ കിട്ടിയത്? എപ്പോഴാണ് കിട്ടിയത്? ഇപ്പോഴല്ലേ കിട്ടിയത്? നിനക്കല്ലേ സമയത്ത് വേണമെന്നൊക്കെ പറഞ്ഞു. നീക്ക് എന്തായി? നിങ്ങൾ അതിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ചപ്പാത്തിയുടെ കാര്യം എനിക്കിപ്പോൾ കേൾക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോഴല്ലേ തരാൻ പറ്റുള്ളൂ. നീ ഇന്നലെ വന്ന് കുറേ നമ്മളെല്ലാവരെയും കൂടെ ഒന്നിച്ചിട്ട് അങ്ങ് വിഴുങ്ങാന്ന് വിചാരിച്ചു നടന്നോ? എടീ ഇതൊക്കെ വന്ന് ആരംഭ സുഹൃത്ത് നീ കാണിക്കണം. നീ ആരാ? ഒന്നിച്ചിട്ട് അങ്ങോട്ട്. അപ്പം ലക്ഷ്മി കൂടുതലൊന്നും പറയണം. നിങ്ങൾക്ക് 3 ചപ്പാത്തി കിട്ടിയില്ലേ? ചപ്പാത്തിയുടെ കാര്യമല്ല, നിങ്ങൾക്ക് 3 ചപ്പാത്തി കിട്ടിയില്ലേ കഴിക്കാൻ? ചപ്പാത്തിയുടെ കാര്യമല്ല. നീ ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞല്ലോ സമയത്തിന് വേണം, ഇന്ന് സമയത്തിന് ഉണ്ടാക്കാൻ പറ്റിയോ? അപ്പോൾ അനീഷ് ഞാൻ ഇടയിൽ കയറുകയാണ്. പോയി ലക്ഷ്മിയും കൂട്ടരും പോയിട്ട് ഇന്നത്തെ എന്തായാലും ഉച്ചക്കത്തേക്കുള്ള ചോറ് 5 മണിക്ക് നമുക്ക് വേണ്ട, നമുക്ക് ഉച്ചയ്ക്ക് തന്നെ കിട്ടണം. പോയി ചോറുണ്ടാക്ക് അനീഷ്. അപ്പം നമ്മുടെ ഷാനവാസ് നിനക്ക് എന്താണ് ഇവിടെ പണി? നീ അത്തപ്പൂക്കള ഇടാൻ പോയില്ലേ? അങ്ങനെയല്ല, നീ ഇവിടെ പണിയെടുക്കണമായിരുന്നു, സമയത്തിന് നമുക്ക് തരണമായിരുന്നു. കിച്ചൺ ക്യാപ്റ്റനാണ് നീ നടക്കുന്നത്. അപ്പോൾ വന്നിട്ട് അങ്ങ് പെട്ടെന്ന് കിടന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടാ. നമ്മളെല്ലാവരും ഒന്നിച്ചങ്ങ് വിഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നീ ഭയങ്കര കളിയായിരുന്നല്ലോ, ഇവിടെ ഭയങ്കര പറച്ചിലായിരുന്നല്ലോ.
അയ്യോ അങ്ങനെ ഭയങ്കര ഒരു വഴക്ക്. അപ്പോൾ അനു അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുക, കിട്ടുക ചിരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ ശേഷമാണ് ടാസ്ക്. മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് ചേരുംപടി ചേർക്കുക. ഒരു ബൗളിൽ 5 ചീട്ടുണ്ട്, അതിൽ ഓരോ വിഷയങ്ങളുണ്ടാകും. ആ വിഷയത്തിൽ ഇവരെ 1 തൊട്ട് 14 വരെ റാങ്ക് ചെയ്യണം. അങ്ങനെ ബുദ്ധിശാലിയാണ് ആദ്യം കിട്ടുന്നത്. അപ്പം ഇവർ ഡിസ്കഷൻ നടക്കുന്നു. എന്നിട്ട് കുറച്ച് ഡിസ്കഷൻ നടത്തിയിട്ട് ഇവർ റാങ്ക് ചെയ്യുന്നത് ജിസേലാണ് ഫസ്റ്റ് ബുദ്ധിശാലിയിൽ. ജിസേൽ ആദ്യം ഫസ്റ്റ്, സെക്കൻഡ് അനീഷ്, നൂറ, ഷാനവാസ്, അക്ബർ, ബിന്നി, ഒനീൽ, അഭി, രേണു, അപ്പാനി, നിവീൻ, റെന, അനു, ആതിര, ശൈത്യ, ആര്യനാണ് ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ ആര്യനെ കണ്ടപ്പോൾ തന്നെ ഏകദേശം അപ്പോൾ അവർക്ക് 3 ഓപ്ഷൻ ബിഗ് ബോസ് കൊടുക്കും: ഭീരുത്വം, ബുദ്ധിശക്തി, അലസത. അപ്പോൾ ഈ ആര്യൻ എന്താണോ പറഞ്ഞത് തെറ്റായിരിക്കും. അപ്പോൾ ആര്യൻ എന്തായാലും ഞാനല്ലേ വന്നേക്കുന്നത്, അപ്പോൾ മിക്കവാറും ഭീരുത്വമായിരിക്കും, ഭീരുത്വം. അപ്പോഴത്തേക്കും അവർ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ബുദ്ധിശക്തി. ബുദ്ധിശക്തി പറയുന്നുണ്ട്, കറക്റ്റ് ആൻസറാണ് ബുദ്ധിശക്തി. അപ്പം ഇവർക്ക് അതായത് ഇവർ ഈ ഹൗസ് മേറ്റ്സ് വീട്ടിലുള്ളവർ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കറക്റ്റ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ആ വൈൽഡ് കാർഡിൽ നിന്ന് ഒരാളെ പണിപ്പുരയിൽ നിന്ന് പോകാൻ തടയാം. അപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടെ മസ്താനിനാണ് തിരഞ്ഞെടുക്കുന്നത്. മസ്താനിക്ക് പോകാൻ പറ്റത്തില്ല. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത വിഷയം സ്ക്രീൻ പ്രസൻസ് ആണ്. അപ്പോൾ അവർ ആദ്യം ഇടുന്നത് ഫസ്റ്റ് റാങ്ക് കൊടുക്കുന്നത് നിവീനാണ്. നിവീനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ജിസേൽ, അനു, അക്ബർ, നൂറ, ആര്യൻ, ഷാനവാസ്, അപ്പാനി, അനീഷ്, റെന, അഭി, ആദില, ഒനീൽ, രേണു, ബിന്നി, ശൈത്യ. ഇവിടെ ലാസ്റ്റ് ബിന്നിയാണ്. ബിന്നിക്ക് അപ്പോഴത്തേക്ക് അപ്പോൾ തലകറക്കം പോലെ വരുന്നുണ്ട്. സ്ക്രീൻ പ്രസൻസ് കൂടുതൽ നിവീനും ജിസേലിനും ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് 3ാമത്തെ ദിവസം അനു. അപ്പോൾ ഇവർ സ്ക്രീൻ പ്രസൻസ് എന്ന് കേട്ടപ്പോൾ തന്നെ ഇപ്പം നിവീനെ ആദ്യം കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും കൂടെ പറഞ്ഞു ഇറിറ്റേറ്റിംഗ് ആണെന്ന്. മനസ്സിലായില്ലേ? ഇറിറ്റേറ്റിംഗ് ആണ്, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ. അതായത് അവിടെ എല്ലാവരും കൂടെ ആ ഒരു ഇതാണ് നിന്നത്. അവസാനം ഇറിറ്റേറ്റിംഗ് എന്നാണ് ഹൗസ് മേറ്റ്സ് ഉത്തരം പറഞ്ഞത്. ഇവരുടെ ഊഹം ഇറിറ്റേറ്റിംഗ് എന്നാണ്. ബിഗ് ബോസ് കൊടുത്ത ഓപ്ഷൻ സ്ക്രീൻ പ്രസൻസ്, ഇമോഷണൽ, ഇറിറ്റേറ്റിംഗ്. അതിനകത്ത് ഇറിറ്റേറ്റിംഗ് ആണ് ഇവർക്ക് തോന്നിയത്. അവർ ഈ ഹൗസ് മേറ്റ്സ് തോറ്റുപോയി, വൈൽഡ് കാർഡുകൾ ജയിച്ചു. അങ്ങനെ വൈൽഡ് കാർഡുകൾക്ക് ഒരാളെ തിരഞ്ഞെടുക്കാം, പണിപ്പുര ടാസ്കിൽ പണി കിട്ടുന്ന ഒരാൾ. അങ്ങനെ ഇവർ ജിസേലിനെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം കൂ 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 എന്ന് വിളിക്കുന്നുണ്ട് വൈൽഡ് കാർഡുകൾ ജയിച്ചതിൻ്റെ സന്തോഷം. അത് കഴിഞ്ഞ് അടുത്ത വിഷയം ഭയങ്കര ഡ്രൈ ടാസ്ക് അല്ലേ, എന്തൊരു ബോറല്ലേ, സത്യസന്ധത. ആ സത്യസന്ധതയിൽ ആദ്യം അവർ ഇട്ടേക്കുന്നത് അനു. ഇവർ കൺഫ്യൂസ് ചെയ്യാൻ തുടങ്ങി, അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ തുടങ്ങി. കാര്യം അനുവിനെ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? അവർ അനു, അനീഷ്, അഭി, ഷാനവാസ്, അക്ബർ, ആദില, റെന, നൂറ, ഒനീൽ, ആര്യൻ, നിവീൻ, അപ്പാനി, ജിസേൽ, രേണു, ശൈത്യ, പിന്നെ ലാസ്റ്റ്. ബിന്നിക്ക് നെഞ്ചുവേന. അയ്യോ എന്നെ മനഃപൂർവ്വം ഒരു ബിന്നി ലാസ്റ്റ് ഇട്ടേ എന്ന് പറഞ്ഞാൽ ബിന്നിക്ക് നെഞ്ചുവേനയൊക്കെ സൈഡായി, ബിന്നിയൊക്കെ തകർന്ന് തരിപ്പണമായി ബിന്നി. അപ്പോൾ സത്യസന്ധതയാണല്ലോ. അപ്പോൾ എന്തായാലും 3 ഓപ്ഷൻ കൊടുത്തു ബിഗ് ബോസ്. അതിൽ ഏതെങ്കിലും ഒന്ന് ഈ ഹൗസ് മേറ്റ്സ് പറയണം. സ്വാർത്ഥത, സത്യസന്ധത, അസൂയ. അപ്പോഴത്തേക്കും ആൾക്കാർ അസൂയ ഒന്നെങ്കിൽ അസൂയ അല്ലെങ്കിൽ സ്വാർത്ഥത. സത്യസന്ധത എന്തായാലും ആവൂല. ആര്യൻ എന്താണോ പറയുന്നത് അത് തെറ്റായിരിക്കും. ആര്യൻ എന്താണോ പറയുന്നത് അത് തെറ്റായിരിക്കും. അത് സത്യസന്ധത അതെന്തായാലും ആവൂല. അവസാനം പറഞ്ഞു വെച്ചു കൊടുത്ത് എന്താണ് ഇതാണ് സ്വാർത്ഥത എന്ന്. അവസാനം തെറ്റി, ഹൗസ് മേറ്റ്സിന് തെറ്റി, വൈൽഡ് കാർഡ് ജയിച്ചു. അപ്പോൾ അനുമോളെയാണ് അവർ തിരഞ്ഞെടുത്തേക്കുന്നത് പണി കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ബിന്നിയാണ് ടാർഗറ്റാണ്. ബിന്നിയോ എല്ലാത്തിനും ഫസ്റ്റ് വരേണ്ടതല്ലേ പുള്ളിക്കാരി. അപ്പോൾ ബിന്നി എന്നെ ബ്ലഫ് ചെയ്തതാണ്, എന്നെ വെറുതെ വെച്ചിട്ട് കളിക്കുന്നതാണ്, എന്നെ മാനസികമായി തളർത്താൻ വേണ്ടിയിട്ട് ഞാനാണ് എല്ലാം ഫസ്റ്റ് വരേണ്ടത്. പുള്ളിക്കാരിയാണ് ഫസ്റ്റ് ക്ലാസ് ടോപ്പർ എന്ന് പറഞ്ഞാൽ വെച്ചേക്കണം അവിടെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ അനു സംസാരിക്കണം. അക്ബറിനൊക്കെ എങ്ങനെ 5th റാങ്ക്? എന്തായിരുന്നാലും അനുമോളെ ഫേവറിസം കാണിക്കണം എന്ന് എങ്ങനെ തോന്നി നിങ്ങൾക്ക്? ആദിലയോട് എങ്ങനെ തോന്നി? അവർ വരുന്നു, അവർ കളിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ അവരോട് സംസാരിക്കുന്നു. അല്ല നിനക്ക് ആദിലയോട് ഞാൻ അത്രയേ ഉള്ളൂ. പിന്നെ ബിന്നിക്കൊക്കെ എന്നോട് അസൂയായിരിക്കും, അല്ലാണ്ട് പിന്നെ എന്ത് പറയാനാണ്? ഞാൻ എൻ്റെ ഗെയിം ഇങ്ങനെയാണ് കളിച്ചു പോകുന്നത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ ശേഷം ജിസേൽ നമ്മുടെ സാബുമാനെ പിടിച്ചിരുത്തിയിട്ട് സത്യമായിട്ട് പറയൂ, നിങ്ങൾ സത്യസന്ധത അനുവിന് എന്തിനാ കൊടുത്തത്? പറയൂ, നിങ്ങൾ മനഃപൂർവ്വമാണോ ഇത് ചെയ്തത്? പറ ഇത് ശരിക്കും ഹോണസ്റ്റ് ആണോ നിങ്ങളുടെ കാര്യം? അപ്പോൾ സാബുമാൻ അത് പിന്നെ ചിരിമാൻ എന്ന് ഞാൻ പറയും. അത് ഹോണസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹോണസ്റ്റാണ്. ഓക്കെ മനസ്സിലായി. അപ്പോൾ അവരാണ് അനുവിന് ആദ്യം ഇട്ടത്, അല്ല സത്യസന്ധ അല്ല. ഓക്കെ. അടുത്ത വിഷയം ശുചിത്വം. അല്ല അനീഷ്, ജിസേൽ, ബിന്നി, ആദില, ശൈത്യ, നൂറ, അപ്പാനി, അനു, ആര്യൻ, അഭി, ഷാനവാസ്, റെന, ഒനീൽ, രേണു, അക്ബർ, നിവീൻ. ഫസ്റ്റ് അനീഷിനും ഏറ്റവും ലാസ്റ്റ് നിവീനുമാണ്. അപ്പോൾ ഇവരിങ്ങനെ ആലോചിക്കുകയാണ് എന്തായിരിക്കും ഇവർക്ക് കൊടുത്ത ഓപ്ഷൻ, ബിഗ് ബോസ് കൊടുത്ത ഓപ്ഷൻ ശുചിത്വം, മടി, സ്വാധീനം. അപ്പോൾ എന്തായിരിക്കും? അപ്പോൾ ആദ്യം ഇവർ റിവേഴ്സ് ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ശുചിത്വം എന്ന് അനീഷ് കട്ടത്തിട്ടായിട്ട് പറയുന്നു. അങ്ങനെ ഹൗസ് മേറ്റ്സ് വിജയിക്കുന്നു, വൈൽഡ് കാർഡുകൾ തോക്കുന്നു. അങ്ങനെ ഒരാളെയും കൂടെ അവർക്ക് പണിപ്പുരയിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നു. പ്രവീണിനെ വീട്ടുകാർ ബ്ലോക്ക് ചെയ്യുന്നു. അടുത്ത ഓപ്ഷൻ സ്മാർട്ട്നെസ് വെച്ച് അവർ ഇതാക്കിയാണ്. അതും ആര്യനെ കൊണ്ടിട്ടത് എനിക്ക് തോന്നുന്നു അവരെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ്.
ആര്യൻ, നിവീൻ. ആര്യനാണ് ഫസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് റാങ്കിൽ. പിന്നെയും ബിന്നിയും ശൈത്യയും ജിസേലും. തീർന്ന്. അപ്പം അവർക്ക് കൊടുത്ത ബിഗ് ബോസ് കൊടുത്ത ഓപ്ഷൻ സ്മാർട്ട്, റിബൽ, എൻ്റർടൈനർ. അപ്പോൾ അപ്പം ഇത് എന്തായിരിക്കും? ആദ്യം ആര്യൻ. അപ്പോൾ എന്തായാലും എൻ്റർടൈനർ ആവാൻ, അല്ലെങ്കിൽ റിബലാവും. റിബൽ എൻ്റർടൈനർ. സ്മാർട്ട് എന്തായാലും ആവില്ല. ആര്യൻ സ്മാർട്ട് എന്തായാലും. പുള്ളിക്കാരനായിരിക്കും ആദ്യം തെറ്റ് പറയണത്. എന്താണോ ആൻസർ അതെന്തായാലും ആര്യം പറയാം അതായിരിക്കൂല എന്ന്. അപ്പം ആര്യം പറയണത് സ്മാർട്ട് എന്തായാലും ആയിരിക്കില്ല. അവസാനം എൻ്റർടൈൻമെൻ്റ് എന്നോ റിബൽ എന്നെന്തോ പറഞ്ഞു. അങ്ങനെ അത് പൊട്ട തെറ്റായി. അവസാനം അവർ റെനയും കൂടെ ഇതിനകത്തേക്ക് എടുക്കുകയാണ്. അതായത് പണി കിട്ടാനുള്ള ആൾ റെന. അത് കഴിഞ്ഞ ശേഷമാണ് ഇവിടെ അടുത്ത പ്രശ്നങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇത് കഴിഞ്ഞ ശേഷം പണിപ്പുര ടാസ്ക് വരെയാണ്. 3 പേരുടെ പണിപ്പുര ടാസ്ക് വരെയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ശൈത്യയും ശരത്തിൻ്റെ ടീമും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ശൈത്യ പറഞ്ഞു, ഞാൻ ഇന്ന് എപ്പോഴെങ്കിലും നിങ്ങളോട് അനുവിനെതിരെ കുറ്റം വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ എന്നോട് വൈൽഡ് കാർഡ് വന്ന ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. എന്നെ കട്ടപ്പാന്ന് വിളിക്കണം. എന്തെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. അപ്പോൾ ആര്യൻ ഫ്രണ്ടൊന്നുമല്ല, നിന്നെ യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ആര്യൻ. അപ്പോൾ ശൈത്യ നോമിനേറ്റ് ചെയ്തതും ഇത് പറഞ്ഞിട്ടാണ്, ബാക്ക് സ്റ്റാബിങ്. 7 വോട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആര്യൻ എന്ത് സീക്രട്ട്? ഞാനൊരു സീക്രട്ട് ഞാൻ പറയാം. അതായത് പണ്ട് ആര്യനും അനുമോളും അനുമോൾ ലവ് ട്രാക്ക് നിങ്ങളെ വെച്ച് നോക്കിയിട്ടുണ്ട്. മനസ്സിലായോ? ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അത് പുറത്ത് ലവ് ആംഗിളായിട്ട് പോകുമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. അതാണ് പരിപാടി. അതാണ്. അപ്പോൾ പിന്നെ എനിക്കറിയാം പുള്ളിക്കാർ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശൈത്യ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെ കൈവച്ചാൽ ലവ് ട്രാക്ക് വരുമല്ലോ എന്ന് പറയാണേ. അത് കഴിഞ്ഞ് പണിപ്പുര ടാസ്ക് വരെയാണ്. സാബുമാൻ പുഞ്ചിരിമാൻ എന്നാണ് ഞാൻ വിളിക്കുന്നത്. അവസാനം നമ്മുടെ 3 പേരാണ് പണിപ്പുരയ്ക്കകത്ത് കയറുന്നത്. എന്തൊരു ബോറാണ് പണിപ്പുരയ്ക്കകത്ത് കയറുന്നത്. സാബു, നമ്മുടെ ലക്ഷ്മി, ജിഷിൻ 3 പേര് കയറി കുറേ ബോംബുകളായിട്ട് തിരിച്ചു വരുന്നു. 6 മീഡിയം ബോംബുണ്ട്. അതാണ് ബിഗ് ബോസ് പൊട്ടിക്കാൻ പോകുന്നത്. ലിവിംഗ് ഏരിയയിൽ എല്ലാവരെയും പിടിച്ചിരുത്തുന്നു. പക്ഷേ നൂറ അനീഷിൻ്റെ സ്ഥലത്താണ് കയറിക്കുന്നത്. നൂറ എണീക്കൂ, എന്നോട് മനഃപൂർവ്വം വ്യക്തിവൈരാഗ്യം വെച്ച് പുലർത്തി നൂറ ഇവിടെ ഇരിക്കുകയാണ് ബിഗ് ബോസ്. നൂറ ഇവിടെ ഇരിക്കുകയാണ് ബിഗ് ബോസ്. നൂറ എണീക്കൂ. പറ്റില്ല നൂറ. ഇവിടെ എല്ലാവർക്കും ഒരുപോലെയാണ്. ഇവിടെ എണീക്കാൻ എണീക്കില്ല നമ്മൾ. അപ്പോൾ പറ്റത്തില്ല. എന്നോടുള്ള വളരെ കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ്ങും പ്ലോട്ടിങ്ങാണ് എനിക്കെതിരെ നടക്കുന്നത് ബിഗ് ബോസ്. എന്നോട് നേരത്തെ ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ തന്നേനെ. പക്ഷേ ഇതങ്ങനെയല്ല. അപ്പോൾ ശരത്ത് എങ്ങനെയെങ്കിലും ഇവരൊന്ന് പുറത്താക്കടാ. എന്തുവാടേ ഇത്? ഇവിടെ വന്നിരിക്കടാ അനീഷ്, ഇവിടെ വന്നിരി. ഞാൻ ഇരിക്കത്തില്ല. ബിഗ് ബോസ് അനീഷ് അവിടെ എവിടെയെങ്കിലും ഇരിക്കൂ. ഇല്ല ബിഗ് ബോസ് അവിടെ എവിടെയെങ്കിലും ഇരിക്കൂ. അനീഷ് അവിടെ എവിടെയെങ്കിലും ഇരിക്കൂ. അവസാനം ഇരിക്കാം. ഇവിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെയാണ്. അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ പ്രത്യേക സീറ്റും ഇല്ല. എടാ എനിക്ക് കിട്ടണം ശരത്ത്. അത് കഴിഞ്ഞ് 6 മീഡിയം പണിയിൽ ആദ്യത്തെ പണി അത് ഇവർ നറുക്കെടുക്കുകയാണ് കേട്ടോ. ഇനി വരുന്ന 2 വീക്കെൻഡിൽ ലാലേട്ടനെ കാണാൻ പറ്റില്ല. അപ്പോൾ അവർ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഷാനവാസാണ്. കാരണം പറയുന്നത് ഷാനവാസ് അവിടെ വീക്കെൻഡിൽ വലിയ ഇതൊന്നും കൊല്ല, മീശവരിക്കൽ മാത്രമേ ഉള്ളൂ. ഷാനവാസ് ഒരാഴ്ച കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. വളരെ കഷ്ടമല്ലേടാ. പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ഒരാളെയും കൂടെ എടുക്കണം. അതിൽ റീന, ജിസേൽ, അനു ഇവരിൽ ഒരാളെടുക്കണം. അപ്പോൾ അവർ വിചാരിച്ചു ജിസേലിനെ അനുവിനെ ഈ വീക്കെൻഡിൽ ആവശ്യമുണ്ട്. സോ റെനേനെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റെന എണീറ്റ് നിൽക്കുകയാണ്. ശരി എനിക്കൊരു കാര്യം പറയാനുണ്ട്. 10 കാര്യം പറയണം എനിക്ക്. ഈ മസ്താനി എന്ന് പറഞ്ഞ ഈ കുട്ടി പല സ്ഥലത്തും വെച്ചിട്ട് എന്നെ കാണിക്കാത്ത രീതിയിലുള്ള മിഡിൽ ഫിംഗർ കാണിക്കുന്നുണ്ട്. അത് കൂടാതെ പല രീതിയിലുള്ള വൃത്തികെട്ട ചേഷ്ടകളും എന്നെ നോക്കി കാണിക്കുന്നുണ്ട്. ഞാനത് ചോദിച്ചപ്പോൾ 3rd റൈറ്റ് പെർഫോമൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അത് ക്യാമറയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ക്യാമറയിൽ കാണിക്കണം കേട്ടല്ലോ. പിന്നെ അപ്പോൾ അനീഷിനെ കാണിക്കണം. അനീഷ് ഇങ്ങനെ ഇരിക്കുക. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. മിഡിൽ അതെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജിഷിൻ എന്തായിരിക്കും? അപ്പോൾ ലക്ഷ്മിയെ അതിന് റെനയ്ക്ക് ഈ കുട്ടി അറിയോ? അങ്ങനെ കുട്ടി അറിയണമെന്നുണ്ടോ വീട്ടുകാർ? അങ്ങനെ അറിയണമെന്നോ? നീ ലക്ഷ്മിയുടെ എന്ത് ചോദിക്കണം? ലക്ഷ്മി കുട്ടി അറിയണമെന്നുണ്ടോ? മിഡിൽ ഫിംഗർ കാണിച്ചത് തെറ്റാണ്. അത് പിന്നെ അപ്പം ജിഷിൻ എന്തായിരിക്കും കാരണം മിഡിൽ ഫിംഗർ കാണിക്കാൻ? എങ്ങനെ നമുക്ക് ഡെമോൺസ്ട്രേഷൻ നടത്താം എങ്ങനെയാണ് മിഡിൽ ഫിംഗർ കാണിച്ചെന്നും ആ സംഭവങ്ങളൊക്കെ എനിക്ക് ഡെമോ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്ത് മനുഷ്യനാണോ നിങ്ങൾ അക്ബർ? നാളെ വരുന്ന ഈ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ എന്ത് ഡെമോൺസ്ട്രേഷൻ? നിങ്ങൾ മിഡിൽ ഫിംഗർ കാണിച്ച എന്തിനാ? കാണിച്ച തെറ്റാണ്. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? അല്ല പിന്നെ വേറെ ഡെമോൺസ്ട്രേഷൻ എന്തുവാണോ താൻ പറയുന്നത്? അല്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഇത് മാത്രമല്ല ഇത് ഞാൻ എന്തിന് മിഡിൽ ഫിംഗർ കാണിച്ചത്? നിങ്ങളുടെ ഫിംഗറിന് എന്താ മാനുഫാക്ചറിങ് കുഴപ്പമാണെന്ന് ചോദിച്ചപ്പം നിന്റെ ബോയ് ഫ്രണ്ടിൻ്റെ ഇതിനാണ് മാനുഫാക്ചറിങ് കുഴപ്പമെന്ന് പറയുന്നു. അതുപോലെ തന്നെ പിന്നെ എല്ലാം ബീപ്പാണ്. ഡാഷ് ഫുൾ ഡാഷ് വൃത്തിയിട്ട കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഇതൊക്കെ എന്തോന്ന്? അയ്യയ്യേ നാണക്കേട് ഇതൊക്കെ. മസ്താനി അതിൻ്റെ ഇടയിൽ കൂടെ അപ്പുറത്തൊരു വഴക്ക്. അപ്പം ചില ആൾക്കാരെ അക്ബർ ചില ആൾക്കാർ തന്തയെ വിളിക്കും. വീട്ടിലുള്ള തന്തയും തള്ളയും വിളിക്കും.
സ്വന്തം തന്ത എന്നുള്ള റെസ്പെക്ട് ഇല്ലാത്ത ആൾക്കാരാണ് അത് വിളിക്കുന്നത്. അപ്പോൾ ഉടനെ തന്ത വൃത്തികെട്ട പരിപാടി കാണിച്ചാൽ തന്തയോട് പോയി പറയാൻ പറയും ഷാനവാസ്. ഞാൻ പറയും നീ പറയണ്ട, ഞാൻ പറയും. നീ പറയണ്ട, നീ ആര് പറയാൻ? ഞാൻ പറയൂടോ, ഞാൻ ഇനിയും പറയും. അക്ബർ ഷാനവാസും വഴക്ക് എന്തിനാണോ എന്തോ. ഞാൻ പറയും, നീ ആരാണോ പറയാൻ? നീ എന്നെ തട്ടരുത്, തട്ടിയാൽ ഞാൻ നോക്കാൻ. ഞാൻ തന്തയില്ലാത്ത പരിപാടി കാണിച്ചാൽ തന്തയില്ലാത്ത പരിപാടി തന്നെ പറയും. തന്തയെ വിളിക്കാൻ പറ്റത്തില്ല അക്ബർ, തന്തയില്ലായ്മ എന്ന് പറയാൻ പറ്റത്തില്ല, അത് വൃത്തികേടാണ്, പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര വഴക്കായി ബിഗ് ബോസ്. ഷാനവാസ് അക്ബർ കൺഫെഷൻ റൂമിൽ വരൂ, രണ്ടുപേരും കൂടെ ഇരിക്കുകയാണ്. ബിഗ് ബോസ് ഒരു കാര്യം പറയാം, ഇയാളോട് തന്തയില്ലാത്ത അല്ലെങ്കിൽ തന്തയില്ലായ്മ ഇങ്ങനത്തെ സംഭവങ്ങളും തന്തയെ വിളിക്കുക, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല ബിഗ് ബോസ്, ഇത് ചെയ്യരുത്. ഞാൻ ചെയ്യും ബിഗ് ബോസ്. വീട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അച്ഛനോട് പോയി പറയണത് ഒരു തെറ്റുമില്ല, ഞാൻ വിളിക്കും. എന്തൊരു മനുഷ്യനാണ് ഇയാൾ, അയ്യയ്യേ ഞാൻ വിളിക്കും എന്ന് പറഞ്ഞാൽ വിളിക്കും. എനിക്ക് എന്തൊക്കെയാണോ ഇയാളോട് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് ബിഗ് ബോസ് ഞാനില്ല, ഒന്ന് നിർത്തൂ, നിങ്ങൾ ഒന്ന് നിർത്തൂ, ഇത് എന്തോന്നാണിത്? ഇല്ല ബിഗ് ബോസ്, ഇയാൾ ഇങ്ങനെയാണ് ഈ കിടന്ന് ഞാൻ പറയാനുള്ള പറയും. എന്നെ കേൾക്കണം ബിഗ് ബോസ്. വന്ന അന്ന് തൊട്ട് ഈ കാര്യം പറഞ്ഞ് മണ്ടൻ വിളിച്ച് എന്നെ കളിയാക്കുന്നു, ഒറ്റപ്പെടുത്തുന്നു. എന്നെ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ എന്നെ ഗ്രൂപ്പ് കളിച്ച് എന്നെ ഓട്ടിക്കാൻ നോക്കുന്നു ബിഗ് ബോസ്. ഹയ്യേ ഇതൊക്കെ താങ്ങാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ബിഗ് ബോസ്? താങ്ങാൻ പറ്റുന്നതല്ല, അങ്ങനെയല്ല. അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മണ്ടൻ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇയാൾ എന്തോന്നൊക്കെ പറയണത്, എന്താണ് ബിഗ് ബോസ്? അക്ബർ ഷാനവാസ് നിർത്തൂ, നിങ്ങൾ നിർത്താനല്ലേ പറഞ്ഞത് ബിഗ് ബോസ്? എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? നിങ്ങളെന്താ അഭിനയിക്കുകയാണോ ഇവിടെ വന്നിട്ട്? കൊച്ചു കുട്ടികളെ പോലെ അരമണിക്കൂർ അവിടെ ഇരിക്കൂ, മിണ്ടാതിരിക്കൂ. അത് പിന്നെ നമുക്ക് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത്? ഒരു മണിക്കൂർ അവിടെ ഇരുന്നിട്ട് പോയാൽ മതി. മിണ്ടരുത് രണ്ടുപേരും. മിണ്ടരുതെന്ന് ഇയാളോടും കൂടെ ഞാൻ മിണ്ടും ബിഗ് ബോസ്, എന്നെ നിങ്ങൾ മിണ്ടരുതെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ അവിടെ മിണ്ടാതിരിക്കുന്നു. അത് കഴിഞ്ഞ് ബിഗ് ബോസ് വാണിംഗ് കൊടുക്കുകയാണ്. ലാസ്റ്റ് വാണിംഗ് ആണ്. ഫിസിക്കൽ അഗ്രഷനോ സംപ്രേഷണ യോഗ്യമല്ലാത്ത കാര്യങ്ങളോ ചേഷ്ടകളോ കാണിച്ചാൽ നിങ്ങൾ അപ്പം തന്നെ പുറത്താക്കും. എൻ്റെ പൊന്നോ. അത് കഴിഞ്ഞ് ഇത് അവസാനിക്കുകയാണ്. അത് കഴിഞ്ഞാണ് മെയിൻ സംഭവം വരുന്നത്, ജയില്. അനു ജയിലിലേക്ക് അനുവും നമ്മുടെ ജിസേലും പോവുകയാണ്. അപ്പോൾ നൂറയോട് ആ ശൈത്യം കണ്ടില്ലേടി, എന്തൊക്കെയായിരുന്നു എൻ്റെ അടുത്ത്. ഇപ്പോൾ അവൾ മൈൻഡ് പോലും ചെയ്യണില്ല. പോട്ട് പോണവരൊക്കെ പോട്ട്. അങ്ങനെ ജയിലിൽ തുറന്ന് നിവീൻ ജയിലിൽ അങ്ങോട്ട് അകത്തോട്ട് കയറ്റണം. അപ്പോൾ ജിസേൽ ജയിലിൽ വന്നിട്ട് എന്താണ് ഈ കാര്യം? ബിക്കോസ് ഇവിടെ മാറേണ്ടവരൊന്നും മാറുന്നില്ലല്ലോ. നോക്ക് എൻ്റെ ഫോട്ടോ ആക്കി വെച്ചേക്കുന്നത്, നോക്ക് യക്ഷി ആക്കി വെച്ചേക്കാണ് എന്നെ. അപ്പം എൻ്റെ ഫോട്ടോ എവിടെ? നീ എന്താണ് എൻ്റെ ഫോട്ടോ ആക്കി വെച്ചേക്കണം? നോക്കട്ടെ, നിൻ്റെ ഫോട്ടോ ഞാൻ സൂക്ഷിച്ചാണ് വെച്ചേക്കുന്നത്, നിന്നെപ്പോലെ അല്ല. ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഫോട്ടോയാണ്, നിന്നെപ്പോലെ അങ്ങനെയല്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ഷാനവാസൊക്കെ ജയിലിൻ്റെ മുന്നിൽ വന്നിപ്പോട്ടെ. നോക്കൂ ബിഗ് ബോസ്, എൻ്റെ ഫോട്ടോ യക്ഷിയെ പോലെ ആക്കി വെച്ചേക്കുകയാണ് ഞാനും അവളുടെ ഫോട്ടോ ഞാൻ കുത്തിയിട്ടുണ്ട്, സൂക്ഷിച്ചാണ് ഞാൻ കുത്തി വെച്ചേക്കുന്നത്. ഇത് കണ്ടില്ലേ ബിഗ് ബോസ്? അപ്പോൾ ഷാനവാസ് യക്ഷി, നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട ഷാനവാസ്, നിങ്ങൾ ചിരിക്കല്ലേ, ചിരിയല്ല, ഇറ്റ്സ് നോട്ട് ഫണ്ണി, ഓക്കെ? ഇതെന്താണ്? അപ്പം നിവിൻ അവളുടെ കണ്ണ് കുത്തി പൊട്ടിക്കുന്നത് ജിസേൽ, അത്രയേ ഉള്ളൂ. പാവം എൻ്റെ ജിസേൽ, ഭയങ്കര മോശമാണ്. അപ്പം ജിഷിൻ, നിന്റെ ഫോട്ടോ കത്തിച്ചെന്ന് പറഞ്ഞ് നീ കിടന്ന് കരുതല്ലോ, നീ അവളുടെ ഫോട്ടോനെ ഇങ്ങനെ ആക്കി വെച്ചല്ലോ. അപ്പം എൻ്റെ ഫോട്ടോ ഇവരൊക്കെ കൂടെ കത്തിച്ചത്, ഞാനാണോ കത്തിച്ചത്? ബിഗ് ബോസ് ആണ് കത്തിച്ചത്. ഞാൻ എന്ത് കത്തിച്ചു? ഞാൻ എന്താണ് കത്തിച്ചത്? എന്താണ്? അപ്പം എല്ലാവരും ഒന്ന് പോയേ, ബിഗ് ബോസ് നമ്മളെ സംസാരിക്കാൻ വേണ്ടി ഇട്ടേക്കാണ്, നിങ്ങളൊക്കെ ഒന്ന് പോയി, നിങ്ങളെന്താ എവിടെ നിൽക്കുന്നത്? അപ്പോൾ ജിസേൽ, അവരിവിടെ വന്ന് നിൽക്കും, നിനക്കെന്താ കുഴപ്പം? അവരിവിടെ തന്നെ വന്ന് നിൽക്കും, നീ വെറുതെ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നീ വെറുതെ നുണ പറയാണ് എന്നെ ആരിനെയും കുറിച്ചിട്ട്. നുണയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, നീ നുണ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഇവർ ചോറ് തന്നപ്പോൾ ഇവള് പറയുകയാണ്, ഞാൻ വയറ് വെച്ചിട്ട് വലുതാവട്ടെ എന്ന്, വണ്ണം വെക്കട്ടെ എന്ന്. അയ്യോ, എൻ്റെ ആളിലെ വയറിയായ എൻ്റെ ജിസേലിനെ ഈ അനുമോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലേ. ഈ ഉണ്ണിക്കുട വയറ് വരാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പറഞ്ഞത്. ആളിലെ വയറിയായ എൻ്റെ ജിസേലിനോട് അനുമോൾക്ക് അസൂയാണോ അല്ലേ? എനിക്ക് അസൂയയാ പോരെ. എന്നെ വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് നീ ചോറ് കഴിച്ച് വണ്ണം വെച്ചോളാൻ പറഞ്ഞു. എന്ത് ക്രൂവലാണല്ലേ, എന്ത് മോശമാണല്ലേ. എനിക്ക് അവളുടെ വയറ് കണ്ടിട്ട് സഹിക്കണില്ല, അത്രേ ഉള്ളൂ. അപ്പം നിവീൻ, മോളെ നീ പോയിട്ട് ആദ്യം ആളിലെ വയറുണ്ടാക്ക്, എന്നിട്ട് കളിക്കട്ടോ അല്ലേ എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞ് റെന, സ്വന്തം ബെസ്റ്റ് ഫ്രണ്ട് പോലും കൂടെ ഇല്ല. അപ്പം ജിസേല്, അവൾ നമ്മുടെ കൂടെയാണ് വന്നിരിക്കുന്നത്, ഇവളുടെ കൂടെ അല്ല. അപ്പം അവൾ എൻ്റെ പുറകെയാണ് നടന്നത്. അപ്പോൾ ആദില ഉടനെ അവിടെ നിന്നിട്ട്, അവൾ നിന്റെ പുറകെ നടന്നിട്ടില്ല, ഞാൻ അവളുടെ കാര്യം പറയാൻ വേണ്ടി നിന്റെ അടുത്താണ് വന്നത്. സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാനും സംസാരിക്കുന്നില്ല. അപ്പം ശൈത്യ ചാടി, സംസാരിക്കാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത്? എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. നിന്നോട് ഞാൻ എത്ര ചോദിച്ചുകൊണ്ട് നടന്ന് നിനക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളത്? നീ വന്നിട്ടില്ലല്ലോ. നീ എൻ്റെ അടുത്ത് വന്നോ ഇല്ലയോ? എത്ര തവണ ഞാൻ എൻ്റെ പുറകെ നടന്നു? നീ റീസൺ പറ. എന്നെ മറ്റേ കട്ടപ്പാന്നൊക്കെ വിളിക്കുന്നത്, നീ റീസൺ പറ എന്ന് പറഞ്ഞ് ശൈത്യ ചൂടാവുന്നുണ്ട്. അതിൻ്റെ കൂടെ ഷാനവാസും അക്ബറും. ഒരുപാട് കാര്യങ്ങളുണ്ട് അക്ബറെ, എൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യം. നീ ഗെയിം കളിക്കണം കേട്ടോ. പലരും എന്നെക്കുറിച്ച് വന്ന് പറയും,
നീ അതിലൊന്നും വിശ്വസിക്കരുത്, നീ ഗെയിം കളിക്കണം. അയ്യ അപ്പോൾ അക്ബറാണ് പറയുന്നത് ഷാനവാസിനടുത്ത്. പലരും എന്നെക്കുറിച്ച് പറയും ഷാനവാസ് വെച്ച് അതിലൊന്നും ഗെയിം കളിക്കാം. പിന്നെ എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഹെൽത്തിന് ഈ 10 മിനിറ്റ് വൈകിട്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. അറ്റാക്കായിരുന്നു. 10 മിനിറ്റിൻ്റെ ഒരു വ്യത്യാസത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. ഇന്ന് എൻ്റെ ബാപ്പയും അമ്മയാന്ന് തോന്നുന്നു ഇങ്ങനെ പോയത്. എന്ത് ചെയ്യാനാണ്, ഭയങ്കര വിഷമായും ആലോചിക്കുമ്പോൾ വിഷമം തോന്നി കരയുന്നുണ്ട്. അയ്യോ ഇക്ക നിങ്ങൾ കരയല്ലേ, പോട്ട്, സോറി. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നേ. അത് കഴിഞ്ഞ് ജിഷിൻ, ലക്ഷ്മി ഫുഡ് എവിടെ? അതവിടെ വെച്ചിട്ടുണ്ട്, റൈസും ദാലും കറിയും. എണീക്കിട്ടില്ലേ, റൈസും ദാലും കറി ഒന്ന് എടുത്തതാ. റൈസും ദാലും കറി അവിടെ വെച്ചിട്ടുണ്ട്. എടി വിളിച്ചിട്ട് വരാൻ ഞാനെന്താണ് നിന്നെ കെട്ടിയാനാണോ എടി? എന്തുവാണ് ഇത്? അപ്പം നിങ്ങൾ എന്തിനാ ഷൗട്ട് ചെയ്യുന്നത്? നിങ്ങൾ അവിടെ വെച്ചിട്ടുണ്ടെന്നല്ലോ. നീ മനഃപൂർവ്വം എന്നെ ചീത്ത കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്, എൻ്റെ തലയിൽ വരാൻ വേണ്ടിയിട്ടാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ എപ്പിസോഡ് എൻഡ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.